നമസ്കാരം. ഇതൊക്കെ നടക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത്. മുതിർന്നവരെ കൂടാതെ ഇപ്പോൾ കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ അത് തീർത്തും ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. ആലപ്പുഴയിൽ ഇന്നലെ കരുവാറ്റയിൽ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് തൻ്റെ 17 വയസ്സുകാരനായ ഒരു സുഹൃത്തിന് കൊട്ടേഷൻ നൽകി സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്തിയത്. അവനോടൊപ്പം അവൻ്റെ 2 കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മുത്തച്ഛൻ്റെ ബാഡ് ടച്ച് കാരണമാണ് അയാളെ കൊല്ലാനുള്ള ഒരു പക ഈ കുട്ടിക്കുണ്ടായത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ ആൺ സുഹൃത്തിനോട് തൻ്റെ മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാനുള്ള മാനസികാവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലൊരു കൃത്രിമം കാണിക്കാനും ചെയ്ത കുറ്റകൃത്യങ്ങൾ മറച്ചുപിടിക്കാനും ഇത് ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകം നടത്താനുമുള്ള ഒരു മാനസികാവസ്ഥയും സാമർഥ്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരമൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം, ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി അവൾ കണ്ടുപിടിച്ചതായിരിക്കാം മുത്തച്ഛൻ തന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അവൾ നയിക്കുന്ന ജീവിതം വഴിപിഴച്ചതാണ്. മുത്തച്ഛനോ വീട്ടുകാരോ ആരും പറഞ്ഞാൽ കേൾക്കില്ല. പലപ്പോഴും വീട് വിട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ സഹായത്തോടെ അവളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, ഈ പെൺകുട്ടി എത്ര ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന്. തൻ്റെ വീട്ടിലേക്കുള്ള ഗൂഗിൾ മാപ്പ് ഈ പയ്യന്മാർക്ക് അയച്ചു കൊടുക്കുന്നു. വീടിനകത്തേക്ക് കയറാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ആ പെൺകുട്ടി മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ, മുത്തച്ഛൻ മരിച്ചു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്ന് അറിഞ്ഞിട്ട് കൂടി ഇതൊന്നും അറിയാത്ത രീതിയിൽ ആ കുറ്റകൃത്യം മറയ്ക്കാനായി, കാരണം കൃത്യം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഇല്ല എന്ന് പോലീസിനെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനായി മറ്റൊരു വീട്ടിൽ ആ കുട്ടി നിൽക്കുന്നു. ഇതൊക്കെ എത്ര ആസൂത്രിതമായാണ് ആ 13കാരി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരത്ഭുതം. പക്ഷേ ഇവിടെയാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മ നമുക്ക് ബോധ്യപ്പെടുന്നത്. 13ഉം 17ഉം 16ഉം വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ. അതുകൊണ്ട് തന്നെ അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും അവരുടെ ശിക്ഷയും അവരുടെ വിചാരണയും ഒക്കെ നടക്കുന്നത്. ആ വിചാരണ നടക്കുന്ന സമയത്തൊക്കെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഒന്നും അവരുടെ യൂണിഫോം ഒന്നും ഇടാറില്ല. സാധാരണ ഡ്രസ്സിലാണ് അവരൊക്കെ വന്നു നിന്ന് ഈ കേസുകൾ വാദിക്കുന്നതും തെളിവ് നൽകുന്നതും ഒക്കെ. പക്ഷേ ഇവിടെയാണ് നമ്മുടെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ബി കമാൽ പാഷ പറയുന്ന ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം. അദ്ദേഹം പറയുന്നത്, മുതിർന്നവരേക്കാൾ മാനസിക പ്രായം കാണിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് ബാലാവകാശ നിയമത്തിൻ്റെ ആനുകൂല്യം നൽകുന്നതിൽ എന്തർത്ഥമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സമൂഹത്തെ നടുക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രായക്കുറവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം കേസുകളിൽ വിചാരണ കോടതികൾ പ്രായക്കുറവിൻ്റെ സാങ്കേതികത്വം മാത്രം നോക്കി ശിക്ഷ വിധിക്കരുതെന്നും കുറ്റവാളി മനസ്സുകളെ തിരുത്തുന്ന വിധികൾ വരണമെന്നും ആലപ്പുഴ ഹരിപ്പാട് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ ഈ പെൺകുട്ടിയുടെ ഒരു രീതി അത് ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള പ്ലാനിങ് തന്നെയാണെന്നും ഒക്കെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിർഭയ കേസിൽ പെൺകുട്ടിയുടെ ഏറ്റവും അതിക്രമം കാണിച്ചത് കൂട്ടത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയാണെന്നുള്ള വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അതും നമ്മുടെ ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പിടിയിലായ 4 പേരും 18 വയസ്സിന് താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ബാലനീതി നിയമപ്രകാരമുള്ള നടപടികളാണ് ഇവർക്കെതിരെ ഉണ്ടാവുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് കേസുകളിൽ വിചാരണ നടത്തുന്നത്. 16-18 പ്രായപരിധിയിലുള്ളവർ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ മുതിർന്നവരായി കണ്ട് വിചാരണ നടത്താൻ പോലീസിന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളുടെ മാനസിക നില പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കരുവാറ്റ കൊലപാതകത്തിൽ പ്രതികളായ 3 പേരെ മുതിർന്നവരായി പരിഗണിക്കണമെന്ന് കാട്ടിയാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരവും വാർത്തയും ഒക്കെ അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യം നടന്നിട്ട് പോലും ഈ പ്രതികളൊക്കെ പോലീസിന് മുന്നിൽ നിൽക്കുന്നത് യാതൊരു കൂസലുമില്ലാതെയാണ് എന്നുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ 17 വയസ്സും 16 വയസ്സുമുള്ള ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കളെ നമുക്ക് മാറ്റി നിർത്താം. കാരണം ഈ പെൺകുട്ടി പറഞ്ഞിട്ടാണ് അവർ ഈ കുറ്റകൃത്യം ചെയ്തത്. അവരുടെയൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ്. ഒരു പയ്യൻ്റെ അമ്മ തളർന്നു കിടക്കുകയാണ്. വളരെ ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. അവൻ്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ച് പോയതാണ്.
ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പയ്യന്മാരാണ് ഇവരൊക്കെ. പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു മുത്തച്ഛനോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ അവരെ കൊലപ്പെടുത്താനായി, എന്തിൻ്റെ പേരിലായിരുന്നാലും അവരെ കൊലപ്പെടുത്താനായി ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുക്കുക, അതും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എത്രമാത്രം ക്രൂരമായ മനസ്സിനുടമയാണെന്നും എത്രമാത്രം കുറ്റകൃത്യങ്ങളുടെ വാസന അവളുടെ ഉള്ളിലുണ്ടാകുമെന്നും നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇനി ആ ബാഡ് ടച്ച് ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ കുട്ടിക്ക് എന്തെല്ലാം വഴികളുണ്ടായിരുന്നു. കൗൺസിലിങ്ങിനിടയിൽ തുറന്നു പറയാം, അധ്യാപകരോട് പറയാം, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം, അല്ലെങ്കിൽ നാട്ടിലെ പൊതുപ്രവർത്തകരോട് പറയാം, അങ്ങനെ ആരോട് വേണമെങ്കിലും പരാതിപ്പെടാം. പക്ഷേ ആ പെൺകുട്ടി അങ്ങനെ പരാതിപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്നത് അത് അടുത്ത ബന്ധുവിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള എന്തോ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ പോക്ക് ആദ്യത്തേതല്ല. പലതവണ അവൾ നാട് വിട്ടു പോയിട്ടുണ്ട്, പോലീസ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ വൈകി വരുന്നതും ഇതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടുമൊക്കെ മുത്തച്ഛൻ വിലക്കിയതിൻ്റെ പകയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇതുപോലെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ബാലനീതി പ്രകാരമുള്ള ഒരു ശിക്ഷ എത്രത്തോളം പര്യാപ്തമാകും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കിട്ടും, കുറച്ച് വർഷങ്ങൾ മാത്രം ഒരു ശിക്ഷ കിട്ടും. തിരിച്ച് ആ ജുവനൈൽ ഹോമിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരുപക്ഷെ ഇതിനേക്കാൾ ക്രൂരമായ ഒരു മനസ്സോടുകൂടിയായിരിക്കും ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ കമാൽ പാഷ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അവിടെ നിർഭയ കേസിൽ ഏറ്റവും കൂടുതൽ അത് നമുക്ക് മനസ്സിൽ ഓർക്കാൻ കൂടി കഴിയാത്ത രീതിയിൽ ആ പെൺകുട്ടിയോട് പെരുമാറിയത് പ്രായപൂർത്തിയാകാത്ത ആ പ്രതിയായിരുന്നു. അവനെ പിന്നീട് ജയിലിൽ വെച്ച് തന്നെ ഒരു തൊഴിലൊക്കെ പഠിപ്പിച്ച് ഒരു തയ്യൽ മെഷീനൊക്കെ കൊടുത്ത് അവനെ പുറത്തു വിട്ടു. അതാണ് അവിടെ നടന്നത്. അതുപോലെ ഇവർക്ക് ഇവിടെയും അത് തന്നെ സംഭവിക്കാം. പക്ഷേ അത് സംഭവിച്ചാൽ മാത്രം പോരാ, ഇതുപോലെയുള്ള മാനസികാവസ്ഥയുള്ളവരെ തിരുത്താൻ ഒരിക്കലും കഴിഞ്ഞു എന്ന് വരില്ല, അവരെ തിരുത്താൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഇതിന് ശക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം തന്നെ വേണം. ഇത്തരത്തിൽ ഉള്ള പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് ഇതൊരു മുതിർന്ന ആൾ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന വികാരക്ഷോഭം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഒക്കെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നേക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഒരു കൊട്ടേഷൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുകയും അവർക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും പിന്നീട് ഈ കുറ്റകൃത്യം പിടിക്കപ്പെടാതിരിക്കാനായി തെളിവുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒട്ടും അതിനെ എന്തൊക്കെ ന്യായീകരിച്ചാലും ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും നമുക്കതിനെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അർഹമായിട്ടുള്ള ഒരു ശിക്ഷയാണ് നൽകേണ്ടത്. കാരണം ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ പെൺകുട്ടികളോ ആൺകുട്ടികളോ അല്ല, 10,000 ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഇതൊരു പാഠമാകത്തക്ക രീതിയിലുള്ള ഒരു ശിക്ഷ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് പാഠമാകത്തക്ക ഒരു ശിക്ഷ കൊടുക്കണം. ഇവിടെ സ്കൂളുകളിലൊക്കെ പലപ്പോഴും സഹപാഠികളെ മർദ്ദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിലിട്ടും പൊതുനിരത്തിലിട്ടുമൊക്കെ വളരെ മൃഗീയമായി സഹപാഠികളെ മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ കുട്ടികൾക്ക് മാത്രം ശിക്ഷ കിട്ടിയാൽ പോരാ, പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ രക്ഷിതാക്കൾക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വരുത്തുകയാണ് ചെയ്യേണ്ടത്.